പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുകയാണ്. എന്നാൽ ഇന്ന് കുടുംബങ്ങളിൽ പ്രാർത്ഥന കുറയുകയാണ്. അതിൻ്റെ ആത്യന്തികമായ ഒരു ഫലമെന്ന് പറയുന്നത് കുടുംബത്തിൽ ആത്മീയമായ ഒരു മരവിപ്പിലേക്ക് കാര്യങ്ങൾ കടന്നു പോകും. സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉടലെടുക്കും. കുടുംബ ബന്ധങ്ങളിൽ ഭിന്നതയും തലമുറകളിൽ വഴിതെറ്റുന്ന പ്രവണതയും വിവാഹ മോചനങ്ങളും അങ്ങനെ നിരവധിയായ വർദ്ധിച്ചു വരുന്ന പ്രതികൂലങ്ങൾക്ക് അത് കാരണമാകുന്നു എന്നുള്ള തിരിച്ചറിവ് ഇന്നത്തെ തലമുറയ്ക്ക് അന്യം സംഭവിച്ചിരിക്കുകയാണ്. ഓർക്കുക, പ്രാർത്ഥനയില്ലാത്ത ഒരു കുടുംബമെന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമില്ലാത്ത കുടുംബമായി മാറുകയാണ്. പ്രാർത്ഥനയില്ലാത്ത സഭയിലെ ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ശുശ്രൂഷകളായി മാറ്റപ്പെടുകയാണ്. ഇവിടെ സെന്റ് പോൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമെന്ന് പറയുക, 1 തെസ്സലോനിയൻ 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇടവിടാതെ പ്രാർത്ഥിക്കുമെന്നാണ് പറഞ്ഞു വെക്കുക. അതിനുശേഷം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും നമ്മൾ നന്ദി പറയുന്നവരായിരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി, നന്ദി പ്രകാശിക്കുന്നവരായി നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റണം എന്ന് പറയുകയാണ്. സെന്റ് പോള് ഇങ്ങനെ പറയുവാൻ കാരണമെന്ന് പറയുക, നമ്മൾ ബൈബിൾ എടുക്കുകയാണെങ്കിൽ പഴയ നിയമം തൊട്ട് പുതിയ നിയമത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ ചരിത്രത്തിൻ്റെ ഒരു ഭാഗധേയം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമ്മളുടെ പിതാക്കന്മാരൊക്കെ തന്നെയും മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന മറുപടിയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു യാത്ര, അല്ലെങ്കിൽ ഈ ഒരു ചെറിയ സമയം നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ബൈബിൾ എന്താണ് നമ്മളോട് പറയുക. ഒന്നാമതായി, മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നമ്മളുടെ പിതാക്കന്മാരുടെ ചരിത്രം ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് വിനയത്തിൻ്റെയും ഒരു സമർപ്പണത്തിൻ്റെയും അടയാളമായി പരിശുദ്ധ സഭ നമ്മുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മളുടെ ജീവിതത്തിലും എന്തുകൊണ്ട് നമ്മളുടെ പിതാക്കന്മാരെ പോലെ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള കരുത്ത് നമുക്ക് എന്തുകൊണ്ട് നഷ്ടമാകുന്നു എന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. സഭയുടെ, കുടുംബത്തിന്റെ, തലമുറകളുടെ, കുടുംബങ്ങളുടെയൊക്കെ ഒരു മുന്നോട്ടുള്ള യാത്രയെ പ്രാർത്ഥന എത്രയധികമായി പ്രൊട്ടക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന അനുഗ്രഹങ്ങൾ എത്രയെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ചരിത്രമെടുത്താൽ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ആ കാലഘട്ടത്തിൽ അന്ന് ഭരിച്ചിരുന്ന രാജാവ് അടുത്ത 30 ദിവസം രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നൊരു കൽപ്പന പുറപ്പെടുവിച്ച് അതിൽ ഒപ്പുവെക്കുമ്പോൾ, ഇതറിയുന്ന ദാനിയേല് തൻ്റെ ഭവനത്തിന്റെ ജനലുകൾ തുറന്നിട്ട് ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. തൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു എന്ന് ബൈബിള് രേഖപ്പെടുത്തുകയാണ്. കാരണം ദാനിയേൽ ദൈവസന്നിധിയിൽ 3 നേരവും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹമുള്ള ശീലം കൂടെ കൊണ്ടു നടന്ന വ്യക്തിത്വമാണ് എന്ന് ബൈബിള് വ്യക്തമാക്കുന്നു. രാജാവ് കൽപ്പന ഇറക്കി, അടുത്ത 30 ദിവസം ആരോടും പ്രാർത്ഥിക്കുവാൻ പാടില്ല, രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ.
എല്ലാ ദിവസവും താൻ ചെയ്യുന്ന പ്രവൃത്തി അത് എല്ലാവരും കണ്ടുകൊള്ളട്ടെ എന്ന് കരുതി എന്താ പറയുക, ജനലുകൾ തുറന്നിട്ട് 3 പ്രാവശ്യവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എന്നതുപോലെ 3 തവണ മുട്ടും മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്ത ദാനിയേലിനെ പോലെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ജീവിതം എന്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല? പഴയ നിയമത്തിലേക്ക് തന്നെ വീണ്ടും കടന്നുപോയാൽ ദാവീദിന്റെ പുത്രനായ ശലോമോൻ അഥവാ സോളമൻ, 1 രാജാക്കന്മാർ 8-ാം അധ്യായം അതിന്റെ 54-ാമത്തെ വാക്യം എടുക്കുമ്പോൾ ബൈബിൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: കർത്താവിനോടുള്ള പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ശേഷം സോളമൻ അവിടുത്തെ ബലിപീഠത്തിന്റെ മുൻപിൽ എഴുന്നേറ്റു. ആ ബലിപീഠത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റു നിന്ന് അവൻ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി. പിന്നീട് എന്ത് ചെയ്തെന്നറിയാമോ? മുട്ടുകുത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. അതിന്റെ കാരണം, ഇസ്രയേലിന് ശാന്തിയും സമാധാനവും നന്മയും നൽകിയ ദൈവത്തിന് സോളമൻ മുട്ടുമടക്കി തന്റെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ചരിത്രത്തിന്റെ താളുകളിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ ഒന്ന് തിരിച്ചു വിട്ടാൽ എത്രയോ പിതാക്കന്മാര് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് ഈ സഭയിൽ ഏറ്റെടുത്ത അനുഗ്രഹം ഇന്നത്തെ ഈ തലമുറ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരികയാണ്. വീണ്ടും എസ്രായുടെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ എസ്ര പ്രവാചകൻ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിന്റെ 60-ാമത്തെ വാക്യത്തിൽ ഏറുകൊണ്ട് വീഴുന്ന സ്തേഫാനോസ് കല്ലെറിയുന്നവരോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സെന്റ് പോള് എഫെസോസിൽ നിന്ന് ജെറൂസലേമിലേക്ക് കടന്നു പോകുന്ന ഒരു സമയം സഭയോട് ചേർന്ന് നിന്ന് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നാണ് അപ്പസ്തോല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യത്തിൽ സെന്റ് പോള് മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തബീത്ത എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചു കിടക്കുന്ന സമയം ആ പെൺകുട്ടിയുടെ അടുത്ത് കടന്നു വന്ന് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ആ പെൺകുട്ടിയെ എഴുന്നേൽക്കുവാൻ കൽപ്പിക്കുന്ന പത്രോസ് അപ്പസ്തോല പ്രവൃത്തികൾ 9:40 മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ പറ്റും. അതുപോട്ടെ, കുരിശു മരണത്തിന് മുമ്പ് ഗെത്സമനിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22:41 വ്യക്തമാക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ യേശുക്രിസ്തു പോലും മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആ ഒരു വലിയ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, മുട്ടുമടക്കിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു പ്രവൃത്തിയല്ല. അത് ഹൃദയത്തിൽ നിന്നും കടന്നു വരുന്ന ദൈവസന്നിധിയിലുള്ള വിനയത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്വയം വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവത്തിന്റെ ആവിഷ്കാരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് സാത്താനെതിരായ ശക്തമായ ഒരു ആയുധമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് സെന്റ് പോൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തില് നമുക്ക് യുദ്ധമുള്ളത്, അല്ലെങ്കിൽ നമുക്കൊരു ഒരു പ്രതികൂലം നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോ അത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടുള്ള യുദ്ധമല്ല. ഒരു ആത്മീയ യുദ്ധത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടുള്ള യുദ്ധമല്ല, മറിച്ച് അത് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും സ്വർഗീയ ഇടങ്ങളിൽ പോലും വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയുള്ള പടപെട്ടലാണ് എന്ന് നമ്മളോട് പറയുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് അന്ധകാര ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ആയുധമാണ്, അതുമല്ലെങ്കിൽ ഒരു പോരാട്ടമാണ്. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, പ്രാർത്ഥന ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ആത്മീയമായ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടും. സാത്താൻ നമുക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും വീണുപോകുവാനും പാപത്തിലേക്ക് കടന്നു പോകുവാനുമുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ അതുമൂലം കടന്നു വരുമെന്ന് നമ്മൾ തിരിച്ചറിയണം.
പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ ജയിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി മാറും. അതുകൊണ്ട് സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ അന്ധകാരത്തിന്റെ ശക്തികൾ മുട്ടുമടക്കുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുന്ന സമയം അപ്പസ്തോലപ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇരു കാലുകളിലും ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിരുന്ന പത്രോസിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കടന്നു വന്ന് കാരാഗൃഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന ചങ്ങലകളെ അഴിച്ച് കാരാഗൃഹത്തിന്റെ വെളിയിലേക്ക് പത്രോസിനെ എത്തിക്കുന്ന ഒരു വലിയ അനുഗ്രഹം നമ്മൾക്ക് കാണുവാൻ സാധിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിന്റെ പരിണിത ഫലമായിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമുക്കത് സാധിക്കാതെ പോകുന്നുവെങ്കിൽ സഭയിലാകാം, അല്ലെങ്കിൽ കുടുംബത്തിലാകാം, നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ സാത്താൻ സഭയെ, വ്യക്തികളെ ഭിന്നിപ്പിക്കുവാൻ നോക്കുന്നതിന്റെ കാരണം കൊണ്ടാണ്. ഐക്യത്തോടുകൂടി നിൽക്കുവാനോ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനോ സാത്താൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് സാത്താന്റെ ചട്ടുകമായി പ്രവർത്തിച്ച് സഭയിലോ കുടുംബത്തിലോ പ്രാർത്ഥന തടയുന്ന ഒരു വ്യക്തിയായി മാറരുത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. ശരീരത്തിന്റെ ബലഹീനതയിൽ പ്രാർത്ഥിക്കുവാൻ തടസ്സം നിൽക്കുന്ന സാധ്യതകൾ നമ്മുടെ മുമ്പിൽ പ്രലോഭകൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ പ്രലോഭനത്തിൽ നിങ്ങൾ അകപ്പെടാതെ ഉണർന്നിരിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, തിരിച്ചറിയേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, സഭ സ്ഥാപിച്ചത് ദൈവമാണ്, കുടുംബം സ്ഥാപിച്ചത് ദൈവമാണ്. അതുകൊണ്ട് ദൈവം സ്ഥാപിച്ച കുടുംബവും സഭയും തകർക്കുക എന്നത് സാത്താന്റെ ഏറ്റവും വലിയ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. ഇന്ന് സാത്താൻ ഏറ്റവും അധികം പ്രലോഭനം സൃഷ്ടിച്ച്, ഭിന്നത സൃഷ്ടിച്ച് തകർക്കുവാൻ ശ്രമിക്കുന്ന രണ്ട് മേഖലകൾ, ഒന്ന് കുടുംബമാണ്, രണ്ടാമത്തേത് സഭയാണ്. അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ ഇന്ന് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ കുടുംബം ശിഥിലമാകും. അതുപോലെ തന്നെ കുടുംബങ്ങളുടെ കൂട്ടായ്മയായ സഭയും ശിഥിലമാകും. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടത്, ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് സാത്താൻ ചുറ്റി നടക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ശത്രു എന്ന് പറയുന്നത് സാത്താനാണ്. സഹോദരനല്ല, സഹോദരിയല്ല, കുടുംബത്തിലെ മറ്റു വ്യക്തിത്വങ്ങളല്ല, സഭയില് നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിത്വങ്ങളല്ല എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു സാമാന്യ ബോധം നമുക്ക് നഷ്ടമാകുന്ന എല്ലാ പ്രവൃത്തികളെയും ഉപേക്ഷിച്ച് പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വഴി എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമാണ്. നമ്മൾ ബൈബിൾ എടുത്താൽ യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിലേക്ക് നമ്മൾ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇവിടെ ഒരു ചോദ്യം യാക്കോബ് ശ്ലീഹ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ, അത് കുടുംബത്തിലാകാം, സഭയിലാകാം, തർക്കങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ? ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത് എങ്ങനെ? അടുത്ത വീണ്ടും ഇങ്ങനെ തുടരുകയാണ്, നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നാണ് അവ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൂടെ നിൽക്കുന്ന സഹോദരനെ തിരിച്ചറിയാനാവാത്ത വിധം നമ്മുടെ ശരീരത്തിൽ ചില ദുരാശകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അന്ധകാരത്തിന്റെ ശക്തിയാണ്, സാത്താനാണ് എന്ന് തിരിച്ചറിയണം. വീണ്ടും 2-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കുന്നില്ല. കാരണം എന്താണ്? നമുക്ക് പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ബൈബിൾ വീണ്ടും പറയുന്നു, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല.
കൂടെയുള്ള അല്ലെങ്കിൽ സഹപ്രവർത്തകനോടാകാം, നമ്മുടെ സഭയിൽ നമ്മളോട് കൂടെ നിൽക്കുന്ന, പള്ളിയിൽ കൂടെ നിൽക്കുന്ന വ്യക്തിയോടാകാം. എന്ത് ചെയ്യുന്നു? നമുക്ക് അസൂയയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ കിട്ടുന്നത്? ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. പകരം നിങ്ങൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല ദൈവത്തിന്റെ സന്നിധിയിൽ. ഇവിടെ ദൈവത്തിന്റെ ജനമേ, അതിനാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. നിങ്ങൾ പലതും ആഗ്രഹിക്കുന്നുണ്ട്. സഭയിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകണം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യൗവനങ്ങൾക്ക് വേണ്ടി ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഓരോ മേഖലകളിലും ഓരോന്ന് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ അതൊന്നുമല്ല ആവശ്യപ്പെടുന്നത്. പകരം നിങ്ങളിൽ പോരാട്ടം തുടരുകയാണ്. സഹോദരങ്ങളോട് തിരിച്ചറിവില്ലാതെ അസൂയപ്പെടുന്നു, വഴക്കിടുന്നു, യുദ്ധം ചെയ്യുന്നു. ഇവിടെ ദൈവത്തിന് ജനമേ, അതുകൊണ്ട് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കാത്തത് എന്ന തിരിച്ചറിവ് ഇന്ന് നമുക്കുണ്ടാകണം. പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കാത്തത് എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടതെല്ലാം നൽകുവാൻ, അല്ലെങ്കിൽ ഇതെല്ലാം ദൈവം അറിയുന്നുണ്ട്. പക്ഷേ നമ്മളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ദൈവം പ്രാർത്ഥിക്കാതെ, ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുമടക്കാതെ ഇതൊന്നും നമുക്ക് അനുവദിച്ച് തരികയില്ല, നൽകുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ഇടയിൽ തർക്കമുണ്ടെങ്കിൽ, നമ്മുടെ ഇടയിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ഇടയിൽ സ്വജനപക്ഷപാതമുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കൂ എന്ന ഏകാധിപത്യ പ്രവണത നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവം ഒരു അനുഗ്രഹവും നമുക്ക് തരികയില്ല. മറിച്ച് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഇടയിൽ ഈ പരസ്പരം ഏറ്റുമുട്ടലുകളും തർക്കങ്ങളുമാണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകത്തേയുള്ളൂ. ഒരു അനുഗ്രഹവും നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരികയില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കേണ്ടവർ, ഐക്യം നിലനിർത്തുവാൻ നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടവർ അതിന് ശ്രമിക്കാതെ അവര് ഏതെങ്കിലും തരത്തിലുള്ള പക്ഷം തിരിഞ്ഞ് മുന്നോട്ട് കടന്നു പോവുകയാണെങ്കിൽ അവിടെ അനുഗ്രഹം ദൈവം തരികയില്ല എന്ന് നിങ്ങൾ എഴുതി വെച്ചോണം. അനുഗ്രഹം നഷ്ടമാകുന്നതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ അഭാവമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമുക്കൊരു സൗഖ്യം കിട്ടുന്നത് എങ്ങനെയാ? അതും പ്രാർത്ഥനയിലൂടെ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ബൈബിൾ എടുത്താൽ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ ബൈബിള് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. പിന്നീട് പറയുന്നു, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കേൾക്കുക, വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവേൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് എന്ന് ബൈബിൾ പറയുമ്പോൾ രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും എന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. വീണ്ടും 17ഉം 18ഉം വാക്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കുവാൻ അവൻ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും ഏലിയ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു.
രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഏലിയ മുട്ടിന്മേൽ കൈകള് മുട്ടിന്റെ ഇടയിലേക്ക് വെച്ച് മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന. 3.5 വർഷം ഇസ്രയേലിൽ മഴ പെയ്യാതെ ഇരുന്ന സ്ഥലത്ത് ഇതാ വലിയ ഒരു മഴയുടെ ഇരമ്പൽ കേൾക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കിയ ഏലിയായുടെ വിശ്വാസം പ്രകൃതിയെപ്പോലും ചലിപ്പിക്കുവാൻ കരുത്തുള്ള പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് നഷ്ടമാകുന്നു? പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മൾ കാണുന്നു ഏലിയായുടെ പ്രാർത്ഥനയുടെ ഫലമായി മഴ നിൽക്കുകയും വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യുകയും ചെയ്തപ്പോൾ പ്രകൃതിയുടെ സാഹചര്യങ്ങളെ വരെ മാറ്റുവാൻ പ്രാർത്ഥനയുടെ ശക്തിക്ക് കഴിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. രോഗികൾ സൗഖ്യമാക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കുമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. നമുക്ക് വിശ്വാസമില്ലാത്തതും പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നതും നമ്മളുടെ ആത്മീയമായ അപജയത്തിന്റെ ഒരു ബാക്കിപത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയുവാനുള്ള ജീവിത സാധ്യതകൾ കുടുംബങ്ങളെയും സഭയെയും അനുഗ്രഹത്തിലേക്ക് നയിക്കും. മറിച്ചാണെങ്കിൽ അത് കുടുംബത്തെയും സഭയെയും നാശത്തിലേക്ക് തള്ളിവിടുമെന്നുള്ള തിരിച്ചറിവും ഈ സമയം നമുക്കുണ്ടാകണം. കാരണം യേശുക്രിസ്തു പോലും നമ്മളെ പഠിപ്പിച്ചത് പ്രാർത്ഥിക്കുവാനാണ്, സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഐശ്വര്യം നമ്മൾ ആസ്വദിക്കും, അതല്ലെങ്കിൽ വാളിനിരയായിത്തീരുമെന്ന് യെശയ്യാ പ്രവചനം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥന ഇല്ലെങ്കിൽ ഐശ്വര്യത്തിന് പകരം നാശമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇന്നത്തെ കാലഘട്ടം യുദ്ധവും യുദ്ധത്തിന്റെ ശ്രുതികളുമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇനി അങ്ങോട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കാത്ത ഒരുവന് പോലും രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുന്നത് ഇത് തിരിച്ചറിയുവാനുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സൗഖ്യത്തിനാകാം, അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റും. ഒരു മധ്യസ്ഥന്റെ റോൾ എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റും. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, അബ്രഹാം ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 23 തൊട്ട് 33 വരെയുള്ള വചനഭാഗം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, സോദോമിനും ഗൊമോറയ്ക്കും വേണ്ടി, ആ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുവാൻ ദൈവത്തോട് സംസാരിക്കുന്ന, ആ സംസാരം പ്രാർത്ഥനയായി മാറ്റുന്ന അബ്രഹാമിനെ നമുക്കവിടെ കാണുവാൻ പറ്റും. ഇവിടെയാണ് തിരിച്ചറിയേണ്ടത്, ഒരു ബലഹീനനായ മനുഷ്യൻ സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ദൈവത്തോട് സംസാരിക്കുന്നു. അത് പ്രാർത്ഥനയായി മാറുകയാണ്. ജനത്തിനു വേണ്ടി ഒരു മധ്യസ്ഥന്റെ റോൾ എടുത്ത് ദൈവത്തിനും ജനത്തിനും ഇടയിൽ അബ്രഹാം നിൽക്കുകയാണ്. ആ അബ്രഹാമിന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന സർവശക്തനായ ദൈവത്തിന്റെ തീരുമാനം മാറ്റുവാൻ പോലും സാധിക്കുന്നു, അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്ന അബ്രഹാമിനെ നമുക്ക് അവിടെ കാണുവാൻ പറ്റും. ദൈവത്തെ പിടിച്ചു നിർത്തുവാൻ അബ്രഹാമിന് സാധിച്ചത് തൻ്റെ പ്രാർത്ഥനയിലൂടെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ പറ്റും. 23-ാമത്തെ വാക്യത്തിൽ ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെ നശിപ്പിക്കുമോ എന്ന ചോദ്യം ചോദിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ പറ്റും. പിന്നെ 24-ാമത്തെ വാക്യത്തില് 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ പട്ടണത്തെ, ഈ ജനത്തെ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണാൻ പറ്റും. 26-ാമത്തെ വാക്യത്തില് ദൈവം 50 പേരുണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കത്തില്ല, അവരോട് ക്ഷമിക്കുമെന്ന് പറയുകയാണ്. പിന്നീട് അങ്ങോട്ട് കടന്നു പോകുമ്പം പൊടിയും ചാരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുനിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പുള്ളി 50-ൽ നിന്നും 45-ലേക്ക് എണ്ണം
കുറയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് നമ്മൾ കടന്നു പോകുക. 32-ാമത്തെ വാക്യം 18-32 ഉൽപ്പത്തിയിൽ നമ്മൾ കാണുകയാണ്, കർത്താവേ എന്നോട് കോപിക്കരുതേ എന്ന് പറഞ്ഞ് ഒരു തവണ കൂടി എന്താ പറയുന്നത്, ഞാൻ അങ്ങയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് 10 പേരെ ആ പട്ടണത്തിൽ ഉള്ളെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കുമോ എന്നൊരു ചോദ്യം അവസാനം ചോദിക്കുകയാണ്. ഈ സമയം ദൈവം പറഞ്ഞു, 10 നീതിമാന്മാർ ആ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കത്തില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ട് അബ്രഹാം സംസാരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ കർത്താവ് അവിടെ നിന്ന് പോയി എന്ന് ബൈബിൾ വ്യക്തമാക്കുമ്പോൾ അബ്രഹാമിന്റെ പ്രാർത്ഥന ദൈവത്തെ പിടിച്ചു നിർത്തിയില്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അപ്പൊ ഓർത്തുകൊള്ളുക, പ്രാർത്ഥന ദൈവത്തെ പിടിച്ചു നിർത്തുന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മധ്യസ്ഥനുണ്ട് എങ്കിൽ ദൈവം തീരുമാനം മാറ്റും. ഹല്ലേലൂയ. ഇവിടെ സർവശക്തനായ ദൈവത്തെ പിടിച്ചു നിർത്തുവാൻ അബ്രഹാമിന് സാധിച്ചുവെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു? പക്ഷെ നമ്മൾ ഇന്നും ഈ ലോകത്തിന്റെ മായ എന്താ പറയുക അടിമത്വത്തിൽ പെട്ട് പ്രാർത്ഥിക്കുവാൻ അറിയാത്ത അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ പരാജയപ്പെട്ട ഒരു വ്യക്തിയായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ നിന്നും ദൈവത്തിന് മുന്നോട്ടൊരടി പോകാൻ സാധിക്കുകയില്ല. ദൈവത്തെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്ന വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. നിങ്ങൾ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം എടുക്കുകയാണെങ്കിൽ ദൈവം മോശയോട് പറയുകയാണ്, എന്നെ തടയരുത്. ഹല്ലേലൂയ. എന്നെ തടയരുത് എന്ന് ദൈവം മോശയോട് പറയുന്നു. കാരണം മോശ അനുവദിക്കാതെ ദൈവത്തിന് മുന്നോട്ട് പോകാനാവാത്ത വിധം കരുണയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ ജനത്തിന് കരുണ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മോശ സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ജനത്തെ കണ്ട് ദൈവത്തിന്റെ ക്രോധം കടന്നു വരുന്ന സമയത്ത് ദൈവത്തിന്റെ മുമ്പിൽ ജനത്തിന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മോശയെ നമുക്കിവിടെ കാണുവാൻ പറ്റും. ആ മോശയോടാണ് ദൈവം പറയുന്നത്, എന്നെ തടയരുത്. കാരണം ദൈവത്തെ തടയുന്നത് മോശയുടെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രാർത്ഥന, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ എന്ന് ഒരു ദൈവം അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം പറയുമ്പോ എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന യാക്കോബിന്റെ പ്രാർത്ഥന ദൈവത്തെ തടഞ്ഞു നിർത്തുകയാണ്, പിടിച്ചു നിർത്തുകയാണ്. അവിടെ നമ്മൾ തിരിച്ചറിയണം, യാക്കോബ് വിടാതെ ദൈവത്തിനോ അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ദൂതനോ മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥ. ഇതാണ് യഥാർത്ഥ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുക. ഇത് മനുഷ്യന്റെ ശക്തിയല്ല, ഇത് മനുഷ്യന്റെ ബലമല്ല, ഇത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. ദൈവത്തെ പിടിച്ചു നിർത്തുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ മുമ്പിലുള്ള മനുഷ്യന്റെ പ്രാർത്ഥന. ഈ അനുഭവത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. പ്രാർത്ഥനയിലൂടെ ദൈവം അനുഗ്രഹിച്ച നിരവധി കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഇന്ന് അവിടെ പ്രാർത്ഥനയില്ല. ദൈവം അനുഗ്രഹിച്ച് ദൈവം നൽകിയ നിരവധി നന്മകളെ സ്വീകരിച്ച്, അത് ആത്മീയമായും ഭൗതികമായും ഒക്കെ ദൈവത്തിൽ നിന്ന് നന്മകൾ സ്വീകരിച്ച ജനം ഇന്ന് എന്ത് സംഭവിച്ചു? പ്രാർത്ഥനയില്ല. പ്രാർത്ഥനയില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് കുടുംബ ബന്ധങ്ങൾ കടന്നു പോവുകയാണ്. കാരണം ദൈവം അനുഗ്രഹിച്ച കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥന ഇല്ലാത്തതിന്റെ കാരണം അവരുടെ സാഹചര്യം മാറി. അവർക്ക് ജോലിയായി, വീടായി, ബിസിനസ്സായി, കുടുംബം, കുഞ്ഞുങ്ങള്, അനുഗ്രഹങ്ങളെല്ലാം വന്നപ്പോ അവർക്ക് തിരക്കായി. ദൈവസന്നിധിയിൽ ഇരിക്കുവാനോ ബൈബിള് വായിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ സാധിക്കാത്ത വിധത്തിൽ അവർ ബിസിയായി. പ്രാർത്ഥിക്കുവാൻ ഇന്ന് സമയമില്ല. മുട്ടുകുത്തി പ്രാർത്ഥിച്ച പിതാക്കന്മാര് കുടുംബത്തിന്റെയും സഭയുടെയും അനുഗ്രഹമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. ഇന്ന് പ്രാർത്ഥനയ്ക്ക് പകരം പള്ളിയിൽ കടന്നു വരുന്നത് റീൽസ് എടുക്കുവാനും എന്താ പറയുന്നത് മറ്റു പല സാഹചര്യങ്ങളിലേക്കും വ്യക്തികൾ കടന്നു പോകുമ്പോ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അതിന് കൂട്ടുനിൽക്കുന്ന ആത്മീയ സാഹചര്യങ്ങളെ ഒരുക്കി ദൈവത്തിന്റെ ജനത്തെ അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാത്താനിക മണ്ഡലം ഇവിടെ പ്രബലപ്പെട്ടു വരികയാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരുവൻ പോലും ആരുടെയും മുമ്പിൽ മുട്ടുമടക്കുകയില്ല. ഒന്നിന്റെ മുമ്പിലും മുട്ടുമടക്കുകയില്ല. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരുവനും ഒരു പ്രശ്നങ്ങളുടെ മുമ്പിലും തല കുനിക്കുകയില്ല, മുട്ടുമടക്കുകയില്ല. പണത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കില്ല, പദവിക്ക് മുമ്പിൽ മുട്ടുമടക്കില്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മുട്ടുമടക്കില്ല. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവനെ മുട്ടുകുത്തിക്കുവാൻ ഈ ലോകത്തുള്ള ഒരു അന്ധകാരത്തിന്റെ ശക്തിക്കും സാധിക്കുകയില്ല. കാരണം അവന്റെ കരം പിടിക്കുന്നത് ദൈവമാണ്. ഞാൻ നിന്റെ വലതുകരം പിടിച്ച് നിന്നെ ഞാൻ വഴി നടത്തുമെന്ന് യെശയ്യാ 41:10 നമ്മളോട് പ്രോമിസ് ചെയ്ത ദൈവം ഭയപ്പെടേണ്ടെന്നാ പറഞ്ഞ്, സംഭ്രമിക്കേണ്ടെന്നാ പറഞ്ഞ്. ഞാനാണ് നിന്റെ ദൈവം, നിന്റെ വലതുകരം ഞാൻ പിടിക്കും, നിന്നെ ഞാൻ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവന്റെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവൻ മുട്ടുമടക്കില്ല എന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നമ്മൾ വളരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലെ പഴയ നിയമം എസ്തേറിന്റെ പുസ്തകം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ മൊർദെഖായി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ പറ്റും. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന മൊർദെഖായി മറ്റൊരുവന്റെ മുമ്പിലും മുട്ടുമടക്കുകയില്ലായിരുന്നു. മറ്റുള്ളവരെ ബഹുമാനിക്കുമെങ്കിലും മുട്ടുമടക്കി എന്താ പറയുന്നത്, നമ്മുടെ ഇന്നത്തെ കാലഘട്ടം പോലെ സോപ്പിടുന്ന ഒരു പരിപാടിയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ ഈ മൊർദെഖായി ആദരിക്കുന്നില്ല എന്ന് കണ്ടതിന്റെ ദേഷ്യത്തോടുകൂടി മൊർദെഖായിയെ വധിക്കുവാനായി പദ്ധതി ഒരുക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ പറ്റും. രാജാവ് ഈ ഹാമാൻ പറയുന്നതെല്ലാം അനുസരിച്ച് കഴുമരമൊക്കെ ഉണ്ടാക്കുവാൻ നിർദ്ദേശമൊക്കെ കൊടുത്തെങ്കിലും അന്ന് രാത്രി ഈ രാജാവിന് ഉറങ്ങുവാൻ സാധിച്ചില്ല. ഉറങ്ങാതെ ഇരുന്ന രാജാവ് ദിനവൃത്താന്ത പുസ്തകം എടുത്തു വെച്ച് വായിച്ചപ്പോ രാജാവിനെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിച്ച് മൊർദെഖായിയെ കുറിച്ച് വായിക്കുകയും മൊർദെഖായിയെ ആദരിക്കുവാൻ രാജാവ് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ മൊർദെഖായിയെ ദൈവം ആദരിക്കുന്ന സമയം മൊർദെഖായിയെ തകർക്കുവാൻ ശ്രമിച്ച ഹാമാൻ ഉണ്ടാക്കിയ അതേ കഴുമരത്തിൽ ഹാമാനെ തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം കടന്നു വരികയാണ്. അതേ കഴുമരത്തിൽ ഹാമാനെ വധിക്കുന്ന ഒരു സാഹചര്യം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ താൽക്കാലികമായി പ്രതികൂലം കടന്നു വരും, ദുഃഖങ്ങൾ കടന്നു വരും, പരിഹാസങ്ങൾ കടന്നു വരും, കളിയാക്കലും ഒറ്റപ്പെടലും ഒക്കെ കടന്നു വരും. എന്നാൽ പരിഭ്രമിക്കരുതെന്ന് പറഞ്ഞ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആരാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ നമുക്കെതിരെ നിൽക്കുക? റോമാലേഖനം 8:31 ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരാണ് നമുക്ക് എതിരെ നിൽക്കുക? ദൈവം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. ഹോസിയ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 3-4 വാക്യം എടുത്താൽ ഉൽപ്പത്തി പുസ്തകം 32-ൽ നടന്ന സംഭവത്തെക്കുറിച്ച് ഹോസിയ പ്രവാചകൻ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്. യാക്കോബിനെ കുറിച്ച് പറയുകയാണ്. എന്ന് വെച്ചാൽ യാക്കോബ് തന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് സഹോദരന്റെ കുതികാലിൽ പിടിച്ചു. പുരുഷപ്രായമായപ്പോൾ അവൻ ദൈവത്തോട് പൊരുതി, അവൻ ദൈവദൂതനോട് പൊരുതി ജയിച്ചു. കരഞ്ഞ് അവൻ അനുഗ്രഹം യാചിച്ചു. ബഥേലിൽ വെച്ച് അവൻ ദൈവത്തെ ദർശിച്ചു. അവിടെ വെച്ച് ദൈവം അവനോട് സംസാരിച്ചു. ഇങ്ങനെ ഹോസിയ പ്രവാചകൻ യാക്കോബിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. യാക്കോബ് ദൈവത്തെ പിടിച്ചു നിർത്തിയത് തന്റെ കണ്ണുനീര് കൊണ്ടായിരുന്നുവെന്നാണ് ഹോസിയ പ്രവാചകൻ രേഖപ്പെടുത്തുന്നത്. പൊരുതി ജയിച്ചവൻ കരഞ്ഞ് അനുഗ്രഹം യാചിക്കുകയാണ്. ആ കരച്ചിലിന്റെ പിന്നിൽ ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതായത് തകർന്ന ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച യാക്കോബ്, കരഞ്ഞ് കരുണയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച യാക്കോബ് തന്റെ ബലത്താലല്ല, കരബലത്താലല്ല, വിനയത്താലും വിശ്വാസത്താലും യാക്കോബ് ഇസ്രായേലായി മാറുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഉൽപ്പത്തി 32-ന്റെ 24 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യാക്കോബ് എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന് പറയുമ്പോ ഇനി മുതൽ നീ യാക്കോബല്ല, നീ ഇസ്രായേലായി മാറുന്ന ഒരു അനുഗ്രഹം നമുക്കവിടെ കാണുവാൻ പറ്റും. എന്ന് വെച്ചാൽ ബലഹീനനായ ഒരു മനുഷ്യന് ദൈവത്തെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുമെന്ന് തെളിയിച്ച സംഭവം.
ദൈവത്തിന് പ്രാർത്ഥനയെ അവഗണിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു സംഭവം. അതുകൊണ്ട് അബ്രഹാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ, യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ ഹൃദയത്തിൽ നിന്ന് നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒന്ന് തീരുമാനിച്ചാൽ ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന ഉറപ്പ് നമുക്ക് ഉണ്ടാവണം. കാരണം ദൈവം നീതിമാനാണ്. ആ നീതിമാനായ ദൈവത്തിന്റെ മുമ്പിൽ മധ്യസ്ഥതയോടുകൂടി നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച ദൈവം നമ്മളെ മാത്രമല്ല അനുഗ്രഹിക്കുക. നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ, നമ്മൾ ഏതെങ്കിലും ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ, വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ, അവിടെ ദൈവം തന്റെ അത്ഭുതം ചെയ്യും. ദൈവം ഇടപെടും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവചനം 22 അധ്യായത്തിന്റെ 30 വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പ്രവാചകൻ ഇങ്ങനെ രേഖപ്പെടുത്തി: ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയുവാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല. ആരെങ്കിലും ഒരാള് ഒരു മധ്യസ്ഥന്റെ റോളിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ ദൈവം തന്റെ തീരുമാനം മാറ്റും. സോദോം ഗൊമോറയില് അബ്രഹാം ദൈവത്തിന്റെ മുമ്പിൽ മധ്യസ്ഥനായി നിന്ന് ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ദൈവം അവിടെ കരുണ കാണിച്ചതുപോലെ വീണ്ടും എസെക്കിയേൽ പ്രവാചകനിലൂടെ കർത്താവ് പറയുകയാണ്, ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അന്വേഷിച്ചു എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാതെ ദൈവം ഒന്നും നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുകയില്ല. അപ്പൊ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് ദൈവത്തോടുള്ള നമ്മളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്, പ്രാർത്ഥനയുടെ ഒരു അനുഭവം. യാക്കോബ് മൽപ്പിടുത്തം നടത്തി അനുഗ്രഹം നേടിയെടുത്തതുപോലെ നമ്മുടെ പ്രാർത്ഥനയും ഒരു മൽപ്പിടുത്തമായി മാറുവാൻ, നമ്മുടെ ജീവിതത്തിലും നമുക്കും ഒരു ഇസ്രയേലായി മാറുവാനുള്ള ഒരു അവസരമാണ് പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുക. ഇവിടെ ദൈവത്തിന്റെ തന്നെ കൊളോസോസിലെ സഭയ്ക്ക് സെന്റ് പോൾ ലേഖനം എഴുതുമ്പോൾ ഒരു കാര്യം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എപ്പഫ്രാസിനെ കുറിച്ച് സെന്റ് പോൾ പറയുകയാണ്. കൊളോസോസിന്റെ ലേഖനം 4 അധ്യായം 12 വാക്യത്തിൽ, നിങ്ങളിൽ നിന്നുള്ളവനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ എപ്പഫ്രാസ് നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ലേഖനം എഴുതുന്ന സമയത്ത് എഴുതി ചേർക്കുകയാണ്, ദൈവത്തിന്റെ തിരുമനസ്സിൽ നിങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനും പക്വമതികളായി നിലനിൽക്കുന്നതിനും വേണ്ടി അവൻ തന്റെ പ്രാർത്ഥനകളിൽ താല്പര്യപൂർവം നിങ്ങളെ അനുസ്മരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ എപ്പോഴും കൊളോസോസിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസിനെ പറയുന്നത്, പൗലോസ് ആ ജനത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു എപ്പഫ്രാസായി മാറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ഇതൊരു ആത്മീയ പോരാട്ടമാ. സഭ കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ നടുവില് തലമുറകൾ നഷ്ടമാകാതിരിക്കുവാൻ, സഭയിൽ നിന്നും മാറി വിവാഹം കഴിക്കുന്ന പ്രവണത ഇല്ലാതാകുവാൻ, സഭയെ ചോദ്യം ചെയ്യുന്ന പ്രവണത ഇല്ലാതാകുവാൻ സഭ സ്ഥാപിച്ചത് ദൈവമാണെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്ഥാപിച്ച സഭയില് ഇന്ന് സാത്താനിക മണ്ഡലങ്ങൾ പ്രതികൂലം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്കെതിരെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അപകടമാണ്. അതുകൊണ്ട് അപകടമാണ്. കായനോട് ദൈവം പറഞ്ഞതുപോലെ, പാപം നിന്റെ പടിവാതിൽക്കൽ കാത്തിരിക്കുന്നു. ഇന്ന് നമുക്ക് ശ്രദ്ധയില്ലാതെ കടന്നുപോയാൽ അടുത്ത തലമുറയെ നാശത്തിലേക്ക് തള്ളിവിടുന്നതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ ശിരസിലായിരിക്കുമെന്ന് ഓർത്തുകൊള്ളുക. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ആത്മീയ പോരാട്ടമാണ്. പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ കടന്നു വരും. അതിനെന്ത് ചെയ്യണം? വചനം കേട്ടാലും പള്ളിയിൽ പോയാലും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. യേശുക്രിസ്തു എന്ന സത്യവുമായി ഒരു എൻകൗണ്ടർ ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായ ഒരു മാറ്റം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ദിവസവും വചനം വായിക്കണം, വചനം പഠിക്കണം, ആത്മാവിനെ ജ്വലിപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കുടുംബത്തില് ജോഷുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും എന്ന ബോധ്യം ഹൃദയത്തിൽ എടുത്തിട്ട് വേണം
പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് കുടുംബത്തിൽ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. കുറഞ്ഞാൽ ആത്മീയമായി അത് നമ്മളെ ക്ഷീണിപ്പിക്കും, നമ്മുടെ സമാധാനം നഷ്ടമാകും, പാപത്തിലേക്ക് അത് വഴിതെളിക്കും, ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകരുത്. പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ സന്തോഷവും ദൈവത്തിന്റെ സാന്നിധ്യവും നമുക്ക് തിരികെ കിട്ടും. ഹല്ലേലൂയ. സമാധാനവും സന്തോഷവും ആത്മീയ വിജയവും രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ കാണുവാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പ്രാർത്ഥിച്ചാൽ ദൈവ സാന്നിധ്യം നമുക്ക് തിരികെ വരും. ജെറമ്യാ 33:3 ദൈവം പറയുകയാണ്, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. വിളിക്കാത്തത് കൊണ്ടല്ലേ മറുപടി ലഭിക്കാത്തത്, അന്വേഷിക്കാത്തത് കൊണ്ടല്ലേ കണ്ടെത്താൻ പറ്റാത്തത്, മുട്ടാത്തത് കൊണ്ടല്ലേ ചില വാതിലുകൾ തുറക്കാത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകുമെന്ന് പറഞ്ഞ ദൈവം നമ്മളുടെ ബുദ്ധിക്ക് അതീതമായ വൻ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുമെന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ സഭയിൽ അനുഗ്രഹം, കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ കുടുംബത്തിൽ അനുഗ്രഹം, ഒരു വ്യക്തി ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ അഭിഷേകം കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മുടെ പ്രശ്നം എന്താ? എന്തുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് സഭ ഒരുമിച്ച് നിന്ന് ദൈവസന്നിധിയിൽ കൈകൾ വിരിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? അതിന്റെ കാരണമെന്ന് പറയുക, ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം നമുക്കില്ലാതെ പോകുന്നു. ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഈ ലോകത്തിലേക്ക് തന്റെ ഏകജാതനെ അയച്ച പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം ഒരുവൻ പോലും നശിച്ചു പോകരുതെന്ന, അതിനാ തന്റെ ഏകജാതനെ കാൽവരിയിൽ കുരിശുമരണത്തിലേക്ക് തള്ളിവിട്ടത്. ഹല്ലേലൂയ. ആ കുരിശുമരണത്തിലൂടെ നിത്യമായ ഒരു അഭിഷേകത്തിലേക്ക്, നിത്യജീവനിലേക്ക് നമ്മളെ ചേർത്ത് പിടിച്ച ദൈവസ്നേഹത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്തോ പ്രയോജനമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ ഇന്ന് ആരുണ്ട് ഇവിടെ? നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ആർക്കെങ്കിലും ഭാരമുണ്ടോ? നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടണമെന്ന് ആഗ്രഹമില്ല. ഇവിടെ എന്താണ് മനോഭാവം? ഉള്ളത് മതി, അല്ലേ? ഉള്ളൊരു മതി എന്ന് പറയുന്ന ഒരു മനോഭാവം, പോകുന്നവൻ പോകട്ടെ എന്ന് പറയുന്ന ഒരു മനോഭാവം. ഇവിടെ ദൈവത്തിന് ജനമേ, ഇവിടെ ദൈവത്തിന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടം, എന്റെ തീരുമാനം നടക്കണമെന്ന് പറയുന്ന സ്വാർത്ഥതയുടെ പിന്നിൽ എങ്ങനെ പ്രാർത്ഥിക്കുവാൻ പറ്റും? സ്വർഗത്തെ സ്വർഗമാക്കുന്നത് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ടാണ്. സഭ അനുഗ്രഹമാകുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളപ്പോഴാണ്. അത് അവിടെ സ്വാർത്ഥത വെടിഞ്ഞ് ആത്മാക്കളെ നേടുവാനുള്ള പ്രാർത്ഥന അവിടെ തുടങ്ങണം. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിനപ്പുറമായി ഈ ലോക ചരിത്രത്തിൽ മറ്റൊരു സന്തോഷവും ഇല്ല എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇന്ന് പള്ളി വരുന്നത് റീൽസ് എടുക്കാനാണെങ്കിൽ റീൽസ് അല്ല ഇമ്പോർട്ടന്റ്, യേശുക്രിസ്തുവാണ് ഇമ്പോർട്ടന്റ്. സഭയില് പള്ളിയിൽ വരുന്നത് റീൽസ് എടുക്കാനാണോ, യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനാണോ? ചിന്തിക്കേണ്ട സമയമെടുക്കൂ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ. കർത്താവ് വരാൻ താമസിക്കുന്നതിന്റെ കാരണം നമ്മുടെ സ്വഭാവം മാറാനാ, നമ്മുടെ നേച്ചർ മാറാനാ, നമ്മുടെ രീതികൾ മാറാനാ, രക്ഷയിലേക്ക് നമ്മൾ കടന്നു വരാനാ. നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു എന്താ പറയുന്നത്, വരാൻ താമസിക്കുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തിൽ യേശുക്രിസ്തു പറയുമ്പോൾ സഭ എന്താ പറയുന്നത്? കർത്താവേ വരണമെന്ന, വേഗം വരണമെന്നല്ല പറയണേ. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ മാറിയിട്ടില്ലാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു ഇല്ലാത്ത എന്ത് പാരമ്പര്യവും എന്ത് അനുഗ്രഹവുമാണ് നമുക്ക് കിട്ടാൻ പോവുക? യേശുക്രിസ്തു ഇല്ലാത്ത ഒരു പാരമ്പര്യവും അനുഗ്രഹമാകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പോകുന്ന ഈ സാഹചര്യം നമ്മളെ കൊണ്ടുപോകുന്നത് ജഡീകമായ ഒരു ലോകത്തിലേക്കാണ്. പാപത്തിന്റെ
ഒരു ലോകത്തിലേക്കാണ്. പക്ഷെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. UK ഗതി മാറും, ഇന്ത്യയുടെ ഗതി മാറും, US ഗതി മാറും. രാജ്യങ്ങളുടെ ഗതിയെ മാറ്റിമറിക്കുവാൻ കരുത്തുള്ള ഒരു ദൈവത്തിന്റെ മക്കളാണ് നമ്മളെന്ന ബോധ്യമുണ്ടാകണം. രാജ്യത്തിന്റെയും ദേശത്തിന്റെയും അവസ്ഥയെ മാറ്റിമറിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. കുടുംബത്തിന്റെ ഗതി മാറ്റിമറിക്കുവാൻ, തലമുറകളുടെ ഗതി മാറ്റിമറിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് സാധിക്കും. രാജാവിന്റെ ഉറക്കം കെടുത്തി മൊർദെഖായിയെ രക്ഷിക്കുവാൻ വേണ്ടി ദിനവൃത്താന്ത പുസ്തകം വായിക്കുവാൻ സാധ്യമാക്കിയ ദൈവത്തിന്റെ ഇടപെടൽ പോലെ നമ്മളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. ദാനിയേലിനെ പോലെ, എസക്കിയായെ പോലെ, അബ്രഹാമിനെ പോലെ, യാക്കോബിനെ പോലെ മുട്ടുമടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ, ഏലിയ മുട്ടുമടക്കിയപ്പോ മഴ മാറിയതും മഴ തിരിച്ചു വന്നതുമൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സെന്റ് പോള് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുവനെന്നാണ്. നിരന്തരം പ്രാർത്ഥിക്കുവിൻ, എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ, അവിശ്രാന്തം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. അവിടെ മുഴുവൻ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, 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 എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെയാ സെന്റ് പോൾ അവിടെ പറയുക. യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതും സ്വർഗസ്ഥനായ പിതാവിനോടുള്ള പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, കാൽവരിയിലെ കുരിശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തിയവൻ, ദൈവമേ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറണമെന്നാ പ്രാർത്ഥിച്ച്. നമ്മുടെ പ്രാർത്ഥനയിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നമുക്ക് ദൈവഹിതമല്ലാത്തതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഒരുപക്ഷെ ദൈവം നമുക്കത് നൽകുകയില്ല. കാരണം അത് ദൈവത്തിന്റെ ഹിതമല്ല. അത് തിരിച്ചറിയുവാനുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഇനി ആരോടെങ്കിലും നമുക്കൊരു പരിഭവമുണ്ടെങ്കിൽ, നമ്മളെ വേദനിപ്പിച്ചവർ കാണും, നമ്മളെ കളിയാക്കിയവർ കാണും, നമ്മളെ ഒറ്റപ്പെടുത്തിയവർ കാണും, നമ്മളെ ചതിച്ചവർ കാണും. നമ്മൾ സ്നേഹിച്ച് കൂടപ്പുറപ്പിനെ പോലെ കരുതിയിരുന്നവര് നമ്മളെ കരിയാപ്പില പോലെ എഴുതി തള്ളിയിട്ടുണ്ടാവാം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, കുരിശിൽ കിടന്നുകൊണ്ട് യേശുക്രിസ്തു പഠിപ്പിച്ചില്ലേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. ക്ഷമിച്ചേ മതിയാകൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. തിന്മയിൽ നിന്ന് രക്ഷിക്കുവാൻ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ആത്മാവിലും സത്യത്തിലും പ്രാർത്ഥിക്കുവാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഒരു അനുഭവമായി മാറണം. ഒരു ചടങ്ങായി മാറുകയല്ല ചെയ്യണത്, ഒരു അനുഭവമായി മാറണം. ഹല്ലേലൂയ. ശരീരത്തിനകത്ത് മനസ്സിനകത്ത് ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായി ചേരുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തതും കാതുകൊണ്ട് കേൾക്കാത്തതും മനുഷ്യന്റെ മനസ്സ് ഗ്രഹിക്കാത്തതുമായ വൻ കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന അനുഭവമായി നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ മാറ്റണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് ഈ ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് അയക്കുമ്പോൾ ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. രോഗിയായിരുന്ന ആ പെൺകുട്ടിക്ക് വേണ്ടി സഭയിലെ ഒരാൾ പോലും ഒന്ന് വിളിച്ചു ചോദിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. ആ വേദനയിൽ ആ പെൺകുട്ടി പറയുകയാണ്, സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ എത്രയോ വേഗം ഞാൻ സൗഖ്യം പ്രാപിച്ചേനെ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൻ്റെ അകത്ത് ദൈവം പ്രാർത്ഥനയുടെ കരുത്ത് തിരിച്ചറിയുവാനുള്ള ഒരു ബോധ്യം തരികയായിരുന്നു. വീണ്ടും ശരിയല്ലേ, നമ്മളൊരാളെ അവഗണിച്ചാലോ, നമ്മളൊരാളെ മാറ്റി നിർത്തിയാലോ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരുന്നാലോ സ്വർഗം വേദനിക്കും, ജീവനുള്ള ദൈവത്തിൻ്റെ നെഞ്ചു വേദനിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ച് കുടുംബമായി സഭയായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥനായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഒരാൾ പോലും നഷ്ടമാകാതിരിക്കുവാൻ നമുക്ക് വേണ്ടി ജീവൻ കാൽവരിയിൽ നൽകിയവൻ കർത്താവായ യേശു ക്രിസ്തു
ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ ഏക മധ്യസ്ഥനായി നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും നമ്മൾ കടന്നു പോകരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ബലപ്പെടുവാൻ, പ്രാർത്ഥന ഒരു അനുഭവമായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.